We see that he compelled him to make a choice. ദൈവമനുഷ്യനെ സൃഷ്ടിച്ച ആദ്യ സമയത്ത് തന്നെ ഒരു തെരഞ്ഞെടുപ്പിന് വേണ്ടി ദൈവം അവനെ നിർബന്ധിക്കുകയുണ്ടായി. There are many things he created. ദൈവം സൃഷ്ടിച്ച നിരവധി കാര്യങ്ങളുണ്ട്, നമുക്കറിയാം. To none of them do we read that he gave them a choice, something to choose from. എന്നാൽ ദൈവത്തിന്റെ മറ്റ് സൃഷ്ടികൾ ഒന്നിനും തന്നെ ദൈവം തിരഞ്ഞെടുക്കുവാനുള്ള ഒരു സ്വാതന്ത്ര്യം നൽകിയില്ല. അതിന്റെ ഒരു ആവശ്യം അവർക്ക് ആർക്കും ഇല്ലായിരുന്നു. Think of all the things that he created in Genesis chapter 1. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തില് നമുക്ക് പലർക്കും പരിചയമുള്ള ഭാഗമാണ്. ദൈവത്തിന്റെ സൃഷ്ടി എന്തൊക്കെയായിരുന്നു എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. When he commanded the light to come forth right at the beginning, the light didn't have a choice whether to obey or not. ഏറ്റവും ആദ്യം തുടക്കത്തിൽ തന്നെ വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചപ്പോൾ വെളിച്ചത്തിന് തിരഞ്ഞെടുക്കുവാനൊരു അവസരമില്ലായിരുന്നു. ദൈവത്തിന്റെ വാക്ക് അനുസരിച്ച് ഉണ്ടായി വരിക മാത്രമേ ചെയ്യുവാൻ കഴിയുമായിരുന്നു. When he made the sun and the moon and the stars and the planets, സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഗ്രഹങ്ങളെയും സൃഷ്ടിച്ചപ്പോഴും ഇത് തന്നെയായിരുന്നു സ്ഥിതി. they couldn't choose. അവയ്ക്ക് തിരഞ്ഞെടുക്കുവാനുള്ളതായിരിക്കുന്ന ഒരു സ്വാതന്ത്ര്യം സൃഷ്ടാവ് നൽകിയില്ല. He created them to move in certain orbits, and for thousands of years, without a choice, they have moved in exact obedience to God. നമുക്കറിയാം, സൗരയൂഥത്തിലെ ഗ്രഹങ്ങളെ പോലെ നക്ഷത്രങ്ങളും മറ്റ് എല്ലാ വാനഗോളങ്ങളും ദൈവം അവയ്ക്ക് നൽകിയതായിരിക്കുന്ന ഭ്രമണപഥത്തിലൂടെ ആയിരം വർഷങ്ങളായിട്ട് അല്പം പോലും അണുവിട വ്യതിചലിക്കാതെ അവ തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ദൈവത്തിന്റെ വാക്കിനാൽ. He made the trees. ദൈവം ഭൂമിയിൽ വൃക്ഷങ്ങളെ സൃഷ്ടിച്ചു. And the mango trees did not have a choice whether to produce apples or oranges. They had to produce mangoes. മാവ് എന്ന് പറഞ്ഞ വൃക്ഷം ദൈവം സൃഷ്ടിച്ചപ്പോൾ ആ വൃക്ഷത്തിന് ഇനിയെന്ന് ആപ്പിൾ പഴം എന്നിൽ നിന്നുണ്ടാകട്ടെ അല്ലെങ്കിൽ മറ്റൊരു ഓറഞ്ച് ഉണ്ടാകട്ടെ എന്ന് തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യമില്ല. മാങ്ങ മാത്രമേ ഉത്പാദിപ്പിക്കുവാൻ കഴിയുമായിരുന്നുള്ളൂ. The same thing when he created the fish and the birds and the animals. വെള്ളത്തിലുള്ള മത്സ്യങ്ങളും മറ്റു മൃഗങ്ങളും പറവജാതികളെയും ഒക്കെ സൃഷ്ടിച്ചപ്പോൾ അവയ്ക്ക് തിരഞ്ഞെടുപ്പ് ദൈവം കൊടുത്തില്ല. He created certain inner abilities in them, but he never put a choice before them. ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ആവശ്യമായിരിക്കുന്ന ആന്തരികമായ ജീവന്റെ ചില പ്രമാണങ്ങൾ ഉള്ളിൽ നൽകിയാണ് അവയെ സൃഷ്ടിച്ചത്. പക്ഷെ ഒരു തെരഞ്ഞെടുപ്പ് ഈ ജന്തുക്കളെ സംബന്ധിച്ചിടത്തോളം ഒന്നും സാധ്യമായിരുന്നില്ല. That's how we read all the way up to the end of Genesis chapter 1. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ അവസാന വാക്യം വരെ നാം വായിക്കുമ്പോൾ ഇതേ കാര്യമാണ് കാണുന്നത്. തിരഞ്ഞെടുക്കുവാൻ ഇവയ്ക്ക് ഒന്നിനും സ്വാതന്ത്ര്യമില്ലായിരുന്നു. Then he made man and woman. എന്നാൽ അതിനുശേഷം നാം മനുഷ്യന്റെ സൃഷ്ടിയെ കുറിച്ച് വായിക്കുന്നു. ആണും പെണ്ണുമായി ദൈവം അവരെ സൃഷ്ടിച്ചു. And then in Genesis 2 we read that he gave them a choice. തുടർന്ന് അവരുടെ സൃഷ്ടിപ്പിന് ശേഷം അവർക്ക് അവരുടെ മുൻപിൽ ദൈവം തിരഞ്ഞെടുപ്പ് വെച്ചു എന്ന് നാം കാണുന്നു. And the choice was, how do you want to live? അടിസ്ഥാനപരമായി ദൈവം അവർക്ക് നൽകിയ തിരഞ്ഞെടുപ്പ് ഇതായിരുന്നു: എങ്ങനെ ആണ് നിങ്ങൾ തുടർന്ന് ജീവിക്കാൻ ആഗ്രഹിക്കുന്നത്? See, we are all descended from that original man and woman. ദൈവം ആദ്യം സൃഷ്ടിച്ച ആദ്യ മനുഷ്യനിൽ നിന്ന്, ആദമിൽ നിന്ന് ഹവ്വയിൽ നിന്നുമാണ് നാം എല്ലാം ഉണ്ടായി വന്നത് എന്ന് നമുക്കറിയാം. It is the same choice that confronts you and me every day of our life. ആദാമ സന്തതികളായിരിക്കുന്ന എനിക്കും നിങ്ങൾക്കും ഇന്ന് അഭിമുഖീകരിക്കേണ്ടി വരുന്ന തിരഞ്ഞെടുപ്പ് ആദ്യം അവർക്ക് ദൈവം നൽകിയ അതേ തിരഞ്ഞെടുപ്പാണ്. From the time you came to an age of understanding as a little child, തിരിച്ചറിവിന്റെ ഒരു പ്രായമായി നിങ്ങൾ വളർന്ന ഒരു ശൈശവത്തിൽ നിന്ന് വളർന്നു വന്നപ്പോൾ up till today, whether it's 40, 50, 60 years, നിങ്ങൾ തിരിച്ചറിവായ ജീവിതത്തിന്റെ ആ ഘട്ടം ഓർത്ത് നോക്കുക. ഇന്ന് നിങ്ങൾക്ക് എത്ര വയസ്സുണ്ടോ അത്രയും വർഷം നിങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു. you have made thousands of choices. നിങ്ങൾ ഇതിനോടകം അറിഞ്ഞും അറിയാതെയും ആയിരക്കണക്കിന് തിരഞ്ഞെടുപ്പുകൾ നടത്തി കഴിഞ്ഞു. And those choices in your life were motivated by certain principles. ആ തിരഞ്ഞെടുപ്പുകളെല്ലാം ചില പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ നടത്തിയത് എന്നുള്ളത് സത്യമാണ്. And those choices have made you what you are today. ഇന്ന് നിങ്ങൾ എന്തായിരിക്കുന്നുവോ നിങ്ങളെ അതാക്കിയത് നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ഭൂതകാലത്ത് നടത്തിയ തിരഞ്ഞെടുപ്പുകളാണ്. If you are not holier
or closer to God today, let me tell you, it's because you chose not to be holier. ജീവിതത്തില് നിരവധി വർഷങ്ങൾ പിന്നിട്ടതിന് ശേഷവും ഇന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന അളവിൽ ദൈവത്തോട് ഏറ്റവും അടുത്ത ഒരു വിശുദ്ധ ജീവിതം നിങ്ങൾക്ക് ഉണ്ടായിട്ടില്ലെങ്കിൽ അതിന്റെ കാരണം മറ്റെങ്ങും അന്വേഷിച്ചു പോകേണ്ട നിങ്ങൾ കഴിഞ്ഞ കാലം നടത്തിയ തിരഞ്ഞെടുപ്പുകളാണ് അതിന്റെ അടിസ്ഥാനം. Someone else was born in a Christian family like you, probably younger than you, is holier than you. ഒരുപക്ഷെ നിങ്ങളെക്കാളും പ്രായം കുറഞ്ഞ, നിങ്ങളെപ്പോലെ ക്രിസ്തീയ ഭവനത്തിൽ ജനിച്ച മറ്റൊരാളിനെ നിങ്ങൾ കാണുമ്പോൾ നിങ്ങളെക്കാളും ജീവിത വിശുദ്ധിയില് ദൈവത്തോടുള്ള കൂട്ടായ്മയില് അധികം മുന്നോട്ട് പോയ ഒരു വ്യക്തിയായി നിങ്ങൾ കാണുന്നു. He is closer to God now, and he will be closer to God in eternity than you are. ഇന്ന് നിങ്ങളോട് അപേക്ഷിച്ച് ആ വ്യക്തി ദൈവത്തോട് കൂടുതൽ ഇന്ന് അടുത്തായിരിക്കുന്നെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, നിത്യത മുഴുവനും ആ അടുപ്പം നിലനിൽക്കും. Not because God was partial to him. ദൈവം ആ വ്യക്തിയോട് മുഖപക്ഷം കാണിച്ചത് കൊണ്ടല്ല ഇന്ന് അവസ്ഥയിൽ അവൻ എത്തിയിരിക്കുന്നത്. Men are partial. God is absolutely impartial. മനുഷ്യരാണ് മുഖപക്ഷമുള്ളവർ. ദൈവത്തെ സംബന്ധിച്ചിടത്തോളം 100% അവിടുന്ന് മുഖപക്ഷമില്ലാത്ത ദൈവമാണ്. He has no favorites. ദൈവത്തിന് പ്രത്യേകമായ നിലയില് അവൻ പരിഗണിക്കുന്ന, മുഖപക്ഷം കാണിക്കുന്ന, പ്രത്യേകം ഇഷ്ടമുള്ള ആരുമില്ല. Those who obey his laws reap the benefit of those laws. എന്നാൽ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത പ്രമാണങ്ങൾ, നിയമങ്ങൾ അനുസരിക്കുന്നവര് അതിന്റെ ഫലമായ നന്മ, അനുഗ്രഹം പ്രാപിക്കും എന്നുള്ളത് നിശ്ചയമാണ്. The Bible says a hard-working farmer gets a better crop than the lazy farmer. ദൈവത്തിന്റെ വചനം പറയുന്നു, അധ്വാനിക്കുന്ന കൃഷിക്കാരൻ ആണ് കൃഷിയുടെ ഫലം അനുഭവിക്കുന്നത്. മടിയനായവന് ഫലം കണ്ട് കൊതിക്കാനേ കഴിയും. God is partial. ദൈവം മുഖപക്ഷമുള്ളവനായതുകൊണ്ടല്ല സംഭവിക്കുന്നത്. Because the hard-working farmer took advantage of God's laws. അധ്വാനശീലനായിരിക്കുന്ന കൃഷിക്കാരന് ദൈവത്തിന്റെ പ്രകൃതി നിയമങ്ങളെ അവന്റെ ഗുണത്തിനായിട്ട് അവൻ ഉപയോഗിച്ചു. അതാണ് അവനെ വ്യത്യസ്തം. So if someone is closer to God today, it's because he made certain other choices than what you made in your life. ഇന്ന് നിങ്ങൾ കാണുന്ന മറ്റു ചിലർ നിങ്ങളെക്കാളും ബഹുദൂരം ആത്മീയ ജീവിതത്തിൽ മുൻപോട്ട് പോയെന്ന് വരികില്ല. നിങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ജീവിതത്തിന്റെ നിർണായക ഘട്ടങ്ങളിൽ അവർ ചില വ്യത്യസ്ത തെരഞ്ഞെടുപ്പുകൾ നടത്തി എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. Maybe you only sought God's blessing, but he sought God's approval. ഒരുപക്ഷെ നിങ്ങള് ദൈവത്തിന്റെ അനുഗ്രഹം മാത്രമായിരിക്കാം പല സന്ദർഭങ്ങളിലും അന്വേഷിച്ചത്. ദൈവത്തിന്റെ അംഗീകാരം അന്വേഷിക്കുന്ന ഒരു ഹൃദയം നിങ്ങൾക്ക് എത്രമാത്രം ഉണ്ടായിരുന്നു. Many of you have children. നിങ്ങൾ പലർക്കും മക്കളുള്ളവരാണ്. All children will want your inheritance when you die. നിങ്ങൾ ഭൂമി ഈ ലോകം വിട്ട് കടന്നു പോകുമ്പോൾ നിങ്ങളുടെ സ്വത്തുക്കൾക്കൊക്കെ അവർ അവകാശികളാകണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? Even if you don't desire it, they desire it. ഒരുപക്ഷെ നിങ്ങളിൽ മാതാപിതാക്കന്മാരെ നിങ്ങൾ ചിൽക്കുന്ന താല്പര്യമില്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ നിശ്ചയമായി നിങ്ങളുടെ അവകാശികളായി നിങ്ങളുടെ സ്വത്തുക്കൾ കൈവശമാക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. But all of those children may not be as eager to please you when you're alive. എന്നാൽ നിങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലം മാതാവ് പിതാവായ നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാകുന്ന നിലയിൽ പെരുമാറുവാൻ എല്ലാ മക്കൾക്കും ഒരുപോലെ താല്പര്യം ഉണ്ടായെന്ന് വരികയില്ല. We hear numerous stories of people fighting over an inheritance after the father has died. പിതാവിന്റെ മരണശേഷം പിതാവിന്റെ സ്വത്തിന്റെ അവകാശത്തിന് വേണ്ടി മക്കൾ തമ്മില് പോരാടുന്ന അവസ്ഥ നാം പലയിടത്തും കാണുന്നുണ്ട്. We never hear of children fighting to please their father when he's alive. എന്നാൽ പിതാവ് ജീവിച്ചിരിക്കുന്ന സമയത്ത് പിതാവിനെ പ്രീതിപ്പെടുത്തുവാൻ, അവനെ സന്തോഷിപ്പിക്കുവാനായിട്ട് ഒരു മത്സരം മക്കള് തമ്മിൽ നാം എങ്ങും കാണുന്നില്ല. That is how we are towards God as well. ദൈവത്തോടുള്ള നമ്മുടെ മനോഭാവത്തിലും ഇങ്ങനെ തന്നെ അല്ലേ നാം പെരുമാറുന്നത്? Christians can be divided into two categories. ക്രിസ്ത്യാനികളെ എല്ലാം രണ്ടായിട്ട് തിരിക്കാം എന്ന് എനിക്ക് തോന്നുന്നു. Those who are only interested in God's blessing and those who are interested in God's approval. ദൈവത്തിന്റെ അനുഗ്രഹങ്ങളിൽ മാത്രം കണ്ണു നട്ടിരിക്കുന്ന ഒരു ബഹുഭൂരിപക്ഷം വരുന്ന കൂട്ടം, എന്നാൽ ദൈവത്തിന്റെ അംഗീകാരം, അവിടുത്തെ പ്രസാദം അത് തിരയുന്ന ഒരു കൂട്ടര് മറുവശത്തുണ്ട്. Many people are very happy to say God has blessed me. പലരെ സംബന്ധിച്ചിടത്തോളം ദൈവം എന്നെ അനുഗ്രഹിച്ചു എന്ന് വളരെ സന്തോഷത്തോടെയാണ് അവർ പറയുന്നത്. It's not only among Christians. In every religion I have heard it. അത് ക്രിസ്ത്യാനികൾ മാത്രം പറയുന്ന ഒരു സാക്ഷ്യമല്ല, എല്ലാ മതസ്ഥരായിരിക്കുന്നവരിൽ നിന്നും കേൾക്കാൻ കഴിയുന്ന ഒരു സാക്ഷ്യമാണ്, ദൈവം എന്നെ അനുഗ്രഹിച്ചു. Every religion. എല്ലാ മതങ്ങളിലും ഈ സാക്ഷ്യം നിങ്ങൾക്ക് കേൾക്കുവാൻ കഴിയും. I've heard it. ഞാൻ വ്യക്തിപരമായി വിവിധ ആളുകളിൽ നിന്ന് അത് കേട്ടിട്ടുണ്ട്. Allah has blessed me. അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ടാണ് ഇത് എന്ന് പറയുന്ന മുസ്ലിം സ്നേഹിതൻ. Lakshmi has blessed me. ലക്ഷ്മിയുടെ അനുഗ്രഹമാണ് ഇതെന്ന് പറയുന്ന ഒരു ഹൈന്ദവ സഹോദരൻ. Buddha has blessed me. ബുദ്ധനാണ് എന്റെ അനുഗ്രഹത്തിന്റെ എല്ലാം അടിസ്ഥാനം എന്ന് പറയുന്ന ബുദ്ധമത വിശ്വാസിയായ സ്നേഹിതൻ. Jesus has blessed me. യേശു എന്നെ അനുഗ്രഹിച്ചെന്ന് പറയുന്ന ക്രിസ്ത്യാനി.
What they usually mean is some financial prosperity. ഈ അനുഗ്രഹിച്ചെന്ന് പറയുമ്പോൾ മിക്കപ്പോഴും അവര് ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും സാമ്പത്തികമായിരിക്കുന്ന നന്മയാണ്. Some recovery from some sickness. ഏതെങ്കിലും തരത്തിലുള്ളതായിരിക്കുന്ന രോഗത്തിൽ നിന്നുള്ള സൗഖ്യം, അതാണ് മിക്കവരും അനുഗ്രഹമായി എണ്ണുന്നത്. Some good marriage alliance for their children. മക്കളെ സംബന്ധിച്ചോളം നല്ല നിലയിലുള്ളതായിരിക്കും ചില വിവാഹ ബന്ധങ്ങൾ, ഇതൊക്കെയാണ് അനുഗ്രഹം. Completion of a good house. ചിലരെ സംബന്ധിച്ചോളം നല്ല നിലയിലെ ഒരു വീട്, ഒരു ഭവനം പണിത് കഴിഞ്ഞാൽ അത് ദൈവത്തിന്റെ അനുഗ്രഹം. Listen to the testimonies of men. ആളുകളുടെ സാക്ഷ്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ Allah and Jesus and Buddha and Krishna and Lakshmi and Ganesh, all of them give these blessings. അല്ലാഹ് മാത്രമല്ല ലക്ഷ്മിയും ബുദ്ധനും യേശുവും എല്ലാം നൽകുന്ന അനുഗ്രഹങ്ങൾ ഏതാണ്ട് ഒരേ തരത്തിലുള്ള അനുഗ്രഹങ്ങളല്ലേ? സാക്ഷ്യങ്ങൾ ശ്രദ്ധിക്കണം. Depends which religion you were born in, that's all. ഈ അനുഗ്രഹത്തിന്റെ കാരണമായിട്ട് അവര് പറയുന്ന വ്യക്തിയുടെ പേര് മാറുമെന്നേ ഉള്ളൂ. അത് ഏത് മതത്തിലുള്ളവരാ പറയുന്നതെന്ന് അനുസരിച്ചിരിക്കും സാക്ഷ്യം. We are all clever people. നമ്മളെല്ലാം വളരെ വളരെ ബുദ്ധിയുള്ളവരാണ്. Have you ever sat down and thought for a moment, am I just fooling myself, taking the name of God and thinking that I am a special favorite of my God, that He blessed me like this? നമുക്ക് ബുദ്ധിയുള്ളവരാണല്ലോ. എപ്പോഴെങ്കിലും ശാന്തമായിട്ടിരുന്ന് നമ്മുടെ സ്വന്തം ജീവിതത്തെ ഒന്ന് വിലയിരുത്താനായിട്ട് എത്ര പേർ ശ്രമിച്ചിട്ടുണ്ട്? ഞാൻ ദൈവത്തെ കളിപ്പിക്കാൻ ശ്രമിക്കുകയാണോ? ദൈവത്തിന്റെ ഒരു മകനാണ് എന്നുള്ള നിലയിൽ ഞാൻ എന്നെ തന്നെ കബളിപ്പിച്ച് വഞ്ചിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണോ എന്ന് നാം ചിന്തിക്കുന്നത് നല്ലതാണ്. Or is it possible that all these other gods are also true gods because they say their God has also blessed them? യേശു എന്നെ അനുഗ്രഹിച്ചു, എന്റെ കുടുംബത്തെ അനുഗ്രഹിച്ചെന്ന് ഞാൻ സാക്ഷ്യം പറയുമ്പോൾ എന്റെ ഇതര മതസ്ഥരായിരിക്കുന്ന സ്നേഹിതരൊക്കെ അവരുടെ ദൈവങ്ങൾ അവരെ അനുഗ്രഹിച്ചു എന്നും സാക്ഷ്യം പറയുന്നുണ്ടല്ലോ. അപ്പം അതൊക്കെയും സാക്ഷാൽ ദൈവങ്ങൾ തന്നെയല്ലേ? All of us know that there are certain lusts that dwell in our flesh. നമുക്കെല്ലാം അറിയാവുന്ന ഒരു സത്യം ഞാൻ പറയാം. നമ്മുടെ ജഡത്തിൽ കുടികൊള്ളുന്നതായിരിക്കുന്ന ഒത്തിരി മോഹങ്ങളുണ്ട്. Certain lusts that are common to all human beings irrespective of religion or even atheism. ഏത് മതത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണെന്നുള്ള വ്യത്യാസമില്ലാതെ, മതസ്ഥരാകണമെന്നില്ല, ഇനി നിരീശ്വരവാദികളുടെ പോലും ജീവിതത്തില് പൊതുവായിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട് which we find very difficult to battle and conquer. ജഡത്തിലുള്ളതായിരിക്കുന്ന ആ മോഹങ്ങളോട് പോരാടുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അനുഭവസ്ഥർക്കറിയാം. Impure sexual thoughts. അശുദ്ധമായിരിക്കുന്ന ലൈംഗിക ചിന്തകൾ. It's not only in one particular religion that people are tempted with that. ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തിലുള്ളവർ മാത്രമല്ല ഇത്തരത്തിലുള്ള അശുദ്ധ ചിന്തകളാല് പ്രലോഭിതരാകുന്നത്. The desire to accumulate more and more and more money irrespective of the needs of others. It's not in only one particular religion. മറ്റുള്ളവരുടെ ആവശ്യങ്ങളോ ഇല്ലായ്മയോ പരിഗണിക്കാതെ സ്വന്തമായി എത്രയും ധനം സമാഹരിക്കാമോ അങ്ങനെ പണം സ്വരൂപിക്കാനുള്ളതായിരിക്കുന്ന ആ മോഹം അത് എല്ലാ മതത്തിലുള്ളവരുടേതാണ്. അതെല്ലാ മനുഷ്യരുടെയും ഉള്ളിൽ അവർ പോരാടുന്ന ആ പ്രലോഭനമാണ്. Anger when my will is crossed by somebody. ആരെങ്കിലും എന്റെ ഇഷ്ടത്തിനെതിരായിട്ട് സംസാരിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുമ്പോൾ ഞാൻ കോപിഷ്ഠനാകുന്ന ഈ വിഷയം എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം സത്യമാണ്. It doesn't matter whether you are a Christian archbishop or a Buddhist. It makes no difference. ഒരു ക്രിസ്തീയ സഭയിലെ ആർച്ച് ബിഷപ്പ് ആയാലും ഒരു ബുദ്ധമത വിശ്വാസിയാണെങ്കിലും ഈ തരത്തിലുള്ളതായിരിക്കുന്ന പ്രശ്നങ്ങൾ എല്ലാവരും അഭിമുഖീകരിക്കുകയാണ്. And one more lust found in all human beings. എല്ലാ മനുഷ്യരിലും പരക്കെ കാണപ്പെടുന്ന ഒരു മോഹത്തെ കുറിച്ചുകൂടെ ഞാൻ പറയാം. Not easily recognized. അത് വളരെ വേഗത്തിൽ നാം തിരിച്ചറിയുന്നില്ല എന്നേ ഉള്ളൂ. Is the lust to be religious. അത് മറ്റൊന്നുമല്ല, മതഭക്തരായിരിക്കാനുള്ളതായ ആ വലിയ ഉത്കടമായ ആഗ്രഹമാണ്, മോഹമാണ്. That doesn't look so dirty like anger and sex and the pursuit of money. ലൈംഗികമായിരിക്കുന്ന ദുഷിച്ച ചിന്തകളോ കോപമോ ഇതുപോലെയൊക്കെ മോശമായിരിക്കുന്ന ഒരു തിന്മയായിട്ട് ഈ മതഭക്തരായിരിക്കാനുള്ള ആഗ്രഹത്തെ നാം കാണാറില്ല. If you don't recognize that in you, നിങ്ങളില് ഈ പ്രത്യേകമായിരിക്കുന്ന മോഹം, ഈ ആഗ്രഹത്തെ നിങ്ങൾ തിരിച്ചറിയുന്നില്ലെങ്കിൽ, you will never know the difference between being just a religious person and a true disciple of Jesus Christ. കേവലം ഒരു മതഭക്തനായി ഇരിക്കുന്നതും യേശുക്രിസ്തുവിന്റെ ഒരു യഥാർത്ഥ